ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ സർക്കാരിനെതിരെ ചങ്ങനാശ്ശേരി അതിരൂപത. ഒഴിവുകൾ മാനേജ്മെന്റുകൾ മനഃപൂർവ്വം റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾ വസ്തുതാവിരുദ്ധമാണ്. ഭിന്നശേഷി നിയമനത്തിനായി സീറ്റുകൾ ഒഴിച്ചിട്ടുണ്ടെന്ന് സുപ്രീംകോടതിയിലും സർക്കാരിലും സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ക്രൈസ്തവ സമൂഹം എതിരാണ് എന്ന ധ്വനി ഉണർത്തുന്ന പ്രസ്താവന മന്ത്രി നടത്തിയത് ഖേദകരമാണെന്നും ചങ്ങനാശ്ശേരി അതിരൂപത ബിഷപ്പ് തോമസ് തറയിൽ പറഞ്ഞു. നൽകിയിട്ടുള്ളതാണ്, സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്നും ഞങ്ങൾ നൽകിയിട്ടില്ല എന്നുള്ള രീതിയിൽ ഇന്നലെ നമ്മുടെ ബഹുമാന്യനായ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി ജോസി ബാബു കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ജോസി, എന്താണ് ഇവരുന്നയിക്കുന്ന പ്രശ്നം, എന്താണ് വിമർശനം, എന്താണ്? നിഷാദ്, ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ ക്രൈസ്തവ സഭാ മാനേജ്മെന്റുകൾ എതിർ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞതാണ് ചങ്ങനാശ്ശേരി അതിരൂപത നേതൃത്വത്തെ ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രതികരണത്തിന് അവരെ പ്രേരിപ്പിച്ചത്. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത ബിഷപ്പ് തോമസ് തറയിൽ സിറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ചെയർമാൻ കൂടിയാണ്. അദ്ദേഹം പറയുന്നത് സുപ്രീം കോടതിയിലും അതോടൊപ്പം തന്നെ സർക്കാരിലും അടക്കം ഭിന്നശേഷി സംവരണത്തിന്, അധ്യാപക നിയമനത്തിന് അനുകൂല നിലപാടാണ് തങ്ങൾക്കെന്നുള്ള കാര്യം അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ മന്ത്രി ഇത്തരത്തിൽ സഭയെയും അതോടൊപ്പം മാനേജ്മെന്റിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള പ്രതികരണം നടത്തുന്നത് അങ്ങേയറ്റം ഖേദകരവും സങ്കടകരവുമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ ഈ ഭിന്നശേഷി അധ്യാപന നിയമനം നടക്കാത്തതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ സാധാരണക്കാരായ മറ്റ് അധ്യാപകർ, ആയിരക്കണക്കിന് അധ്യാപകരുടെ നിയമനം ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. അത്തരത്തിലുള്ള അംഗീകാരം നൽകാത്തത് ആ അധ്യാപകരുടെയും അവരുടെ കുടുംബങ്ങളോടും അവരോടും സ്കൂളുകളോടും ചെയ്യുന്ന വലിയ അനീതിയാണ് എന്നുള്ള കാര്യവും ബിഷപ്പ് തറയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാലും മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത എതിർപ്പാണ് സഭയുടെ ഭാഗത്തുനിന്നും ഉയർന്നു വരുന്നത്. ജോസിയാണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത്.